സംഭവം നമ്മൾ ഇന്നലെ നമ്മുടെ ഡിസ്കോഡിൽ ഒരു സംഭവം ഇത് കിട്ടിയിരുന്നു. ഷെയർ ആയി വന്നതാ നമുക്ക്. ഏത് ബ്രോ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവം. നിങ്ങളുടെ ഫോട്ടോ ഒന്നും ഇല്ല, ഇതൊക്കെ അറിയാതെ ചുമ്മാ നിങ്ങളുടെ ഫോട്ടോ ഒന്നും വീഡിയോയിലില്ല. തൊപ്പിക്ക് ഒരു ഇപ്പൊ അതാണ് ട്രെൻഡ് കേസ്. ഇപ്പൊ പുതിയ ട്രെൻഡ് തൊപ്പിക്ക് ഒരു ട്രെൻഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇപ്പൊ നാട്ടിലുള്ള എല്ലാരും 5 പേരെ വിളിച്ചിരുത്തിയിട്ട് ഗ്രൂപ്പ് ലൈവ്. ഇത് ഇപ്പൊ ഇൻസ്റ്റോറിന് ഇത് മാത്രമേ ഉള്ളൂ. സത്യമല്ലേ ഈകള് പറഞ്ഞത്? 5 പേരെ വിളിച്ചിരുത്തി ഒരുത്തന്നെ റീച്ച് ഉണ്ടാക്കി. അപ്പൊ എല്ലാവരും അതേ പാതയിലൂടെ പോകുന്നു. ബേസിക്കലി ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു സാധനമാണ്. ഒരുത്തൻ ഒരു പ്രക്രിയ ചെയ്ത് ഒരു പ്രസ്ഥാനം ചെയ്ത് അവൻ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആ വഴിക്ക് അങ്ങ് പോകും. ഇതിപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണവാളനും നമ്മുടെ തൊപ്പിയായിട്ട് വള്ളി പിടിച്ച പോത്ത് ഷാജഹാൻ, ഇവർ രണ്ടും ഇതേപോലെ ഒരു 4-5 പേരെ വിളിച്ചിരുത്തി തൊപ്പി എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഡിറ്റോ കോപ്പി അടിക്കുന്നുണ്ട്. ഈ സാധനത്തിൽ ഇവര് ഈ മണവാളൻ ടീം ഈഗിളിനെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റിയാക്ട് ചെയ്തു. ഈഗിൾ അവിടെ ഇവരെ അടിച്ചങ്ങ് ഏറി കയറ്റി ഇവർ വിളിച്ച് മാപ്പ്, എൻ്റെ പൊന്നിളയാ മാപ്പേ മാപ്പേ, ഇന്ത്യയുടെ മാപ്പേ, കേരളത്തിൻ്റെ മാപ്പേ, അമേരിക്കയുടെ മാപ്പേ, ആ ഒരു മാപ്പവസ്ഥയിലേക്ക് വരെ എത്തി. ഈ സാധനത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്ലഗനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. എല്ലാം ചെയ്തു. അൺസബ്സ്ക്രൈബ് ഒഴുകി എല്ലാം ചെയ്തു. കൂടുതലായിട്ട് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പ്രൊവോക്ക് ചെയ്യും. ഇവിടെ ചുണയുണ്ട്, വാടാ തല്ലി തീർക്കടാ, നിന്റെ തന്തയിലടാ, എൻ്റെ തന്ത, നിന്റെ തന്ത മറ്റേ തന്തയാടാ, മറ്റവനെ മറിച്ചവനെ മറ്റേ മോനെ ചുണയുണ്ട്, നേർക്ക് വേടാ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് മുട്ടി തീർക്കടാ. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം കത്തിക്കേറുന്ന ഒരുമാതിരി വൃത്തികെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. ബേസിക്കലി തൊപ്പി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രത്യേക തരം സ്ട്രീം നമുക്ക് മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് തൊപ്പി ഇങ്ങനെ രാജകുമാരനെ പോലെ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നു, ചുറ്റും കുറെ ആൾക്കാർ നിൽക്കുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ടൊക്കെ എടുത്തിട്ട് തൊപ്പി ഒരു സ്ട്രീം ചെയ്യുന്നു. ഇത് വളരെയധികം വൈറലായി. ഇത് കണ്ടിട്ട് റോഡിൽ കൂടെ പോകുന്നവന്മാരും വഴി കൂടെ നിൽക്കുന്നവന്മാരും എല്ലാം ഒരു കസര ഇട്ടിരിക്കുന്നു. കുറെ അല്ലക്കൈകളെ പിടിച്ച് കുറെ ചില്ലറകളെ പിടിച്ച് പുറകെ നിർത്തുന്നു. ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും പറയും, എന്നിട്ട് ചിരിക്കട പുറകിക്കുന്നവരല്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രീമിന്റെ സംഭവം എന്ന് പറഞ്ഞത്. ഈ സാധനത്തിനെ കുറിച്ച് നമ്മുടെ ഈഗിള് ഒന്ന് റിയാക്ട് ചെയ്തു. ഈഗിള് മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇതാണ് ട്രെൻഡ് എന്നുള്ള രീതിയിൽ പുള്ളി ഒന്ന് സംസാരിച്ചു. അപ്പോൾ ആ വിഷയം നമുക്കൊന്ന് കണ്ടിട്ട് അതിനെ മണവാളിനെടുത്ത് റിയാക്ട് ചെയ്തത് കാണാം. ബേസിക്കലി ഈഗിൾ ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചത് മറ്റേ പോത്ത് ഷാജഹാനെ കുറിച്ചിട്ടാണ്, നമ്മുടെ പോത്ത് വ്യാപാരി. പക്ഷേ മണവാളനാണ് അത് കയറി കൊണ്ടത്. നമുക്ക് അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. തൊപ്പിക്ക് ഒരു ഇപ്പൊ അതാണ് ട്രെൻഡ് കേസ്. ഇപ്പൊ പുതിയ ട്രെൻഡ് തൊപ്പിക്ക് ഒരു ട്രെൻഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇപ്പൊ നാട്ടിലുള്ള എല്ലാരും 5 പേരെ വിളിച്ചിരുത്തിയിട്ട് ഗ്രൂപ്പ് ലൈവ്. ഇത് ഇപ്പൊ ഇൻസ്റ്റോറിന് ഇത് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റോറിന് ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഏതോ ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് മറ്റേ സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഇതേ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഒന്നും കളിക്കണ്ട. ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഞാൻ പറഞ്ഞ കേട്ടോ, വ്യാണമെന്ന് ആ സാധനത്തിലാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഇത് പോവാൻ തുടങ്ങിയത്. ഈ വ്യാണം എന്ന് പറയുന്ന വാക്കിനെ ഈഗിളെടുത്തിട്ട് വലിച്ച് കീറി ആ മേപ്പോട്ട് പോയ മിസൈൽ എടുത്തിട്ട് അവന്റെ ബാക്കിൽ തന്നെ തിരികെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. എനിക്കറിയില്ല. യൂട്യൂബറാണോ? ഈഗിളോ? ഞാൻ സെർച്ച് ചെയ്തോട്ടെ. എന്താ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? എനിക്കറിയില്ല. ഓ, സബ്സ്ക്രൈബർ കൗണ്ട് വെച്ചിട്ടാണ് അന്നല്ല അവൻ നല്ലവനാണോ ചീത്തയാണോ നോക്കുന്നത്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് അഖിൽമാരാര് പറഞ്ഞൊരു പ്രസ്താവന നമ്മളൊന്ന് ഓർക്കുന്നത്. പോപ്പുലർ ആകാൻ സബ്സ്ക്രൈബ് കൗണ്ട് കൂടാനായിട്ട് നല്ലത് ചെയ്യണമെന്നൊന്നുമില്ല. ലുലു മാളിൽ പോയിട്ട് മുണ്ടുനോക്കി കാണിച്ചാലും മതി. അഖിൽമാരാര് പറഞ്ഞത് വളരെ ശരിയാണ്. അത്തരത്തിലുള്ള കുറേ അപരാധ ലൈവുകളും അപരാധം വീഡിയോസും യൂട്യൂബിലൊക്കെ വളരെയധികം പ്രചാരം നേടുന്നതുമുണ്ട്. അതിന് വലിയൊരു എക്സാമ്പിളാണ് താങ്കളുടെ കണ്ടന്റ്. നോക്കൂ, മര്യാദയ്ക്ക് പോകുന്ന ഒരുത്തിനെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്തിട്ട് പറ്റിച്ചേ ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്നൊരു സാധനമാണ് ഈ മണവാളം ചെയ്യുന്നത്. അത് തെറ്റാന്നല്ലാതെ ഒരു തരത്തിലുള്ള എന്റർടൈൻമെന്റ് ആണ്, നല്ലതാണ്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ട് മറ്റവനെ അവൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കൊള്ളാമോ ഇല്ലയോ. ആ ഒരു സാധനം നന്നാന്ന് എനിക്ക് തോന്നുന്നില്ല. സബ്സ്ക്രൈബർ കൗണ്ടിൽ അല്ല ബ്രോ കാര്യം. നമുക്ക് ബുദ്ധിയുണ്ടോ, വിവരമുണ്ടോ, ബോധമുണ്ടോ, ഒരു കാര്യത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ് കാര്യം. അല്ലാതെ സബ്സ്ക്രൈബർ കൗണ്ടിലൊന്നും ഒരു മാങ്ങാത്തുലിയില്ല. ഓക്കെ, യൂട്യൂബറാണോ?
സെർച്ച് ചെയ്തോട്ടെ നോട്ടെ എന്താ ആട് വീഡിയോ കണ്ടേ വേണ്ട ഗെയിംസ് വേണ്ട ഒന്നും വേണ്ട. ഗെയിമറാണോ? ദിവൻ ഉണ്ടല്ലോ, ദിവനെയാണ് ഈ ഗോപി അടിച്ചവൻ. ഈ ഗോപിയെ അടിച്ചവനെയാണ് ഈഗിള് മെയിൻ ആയിട്ട് അടിച്ച് ഗോപിയാക്കി കൊടുത്തത്. കാരണം പുള്ളി ഇടയ്ക്കിടയ്ക്ക് അയ്യോ വിഷമം, അയ്യോ അവന് വിഷമം, അയ്യോ ഈഗിളിന് വിഷമം, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ മറ്റേ നമ്മൾ പറഞ്ഞില്ലേ മേപ്പോട്ട് വിട്ടപ്പോന്ന മിസൈല്, ആ മിസൈലിന്റെ പേരൊക്കെ വെച്ചിട്ട് ഈഗിളിനെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഈഗിൾ അതിനെ നെറ്റിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വരാം. നമുക്ക് ആദ്യം മണവാളിനെ തീർത്തിട്ട് ഈഗിളിലേക്ക് പോവാം. ഗെയിമറാണോ? അതെ, അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ ഗെയിം കാണാനില്ല, ആളില്ലാത്തതിന് എന്ത് ചെയ്ത് അപ്പൊ എന്താ ഗൈസ് ആരും ഗെയിം ഒന്നും കാണാത്ത? ആരും കാണാനില്ല. 4, 3, 5 വ്യൂസേ ഉള്ളു പാവം ഈഗിളിന്. ഈ ഈഗിള് മെയിനായിട്ട് സ്ട്രീം ചെയ്യുന്നത് കിക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. ഈ യൂട്യൂബ് പോലെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് കിക്ക് റൂട്ടർ, അങ്ങനെ കുറേ സാധനങ്ങളിലാണ് ഈഗിൾ മെയിനായിട്ട് സ്ട്രീം ചെയ്യുന്നത്. ഈഗിള് യൂട്യൂബിലല്ല മെയിനായിട്ട് സ്ട്രീം ചെയ്യുന്നത്. ഈഗിളിൻ്റെ നമുക്ക് ഒരു സ്ട്രീം നോക്കിയാൽ തന്നെ ലാസ്റ്റ് ഇട്ട സ്ട്രീം, അതായത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സ്ട്രീമിന് 13.4K വ്യൂസ് ആണുള്ളത്. ഈ കിക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ ആ കിക്ക് എന്ന് പറയുന്ന ആപ്പ് അല്ലെങ്കിൽ ആ ഒരു ബ്രൗസറിൽ കയറി നോക്കിയെങ്കിൽ അത് കാണാൻ പറ്റും. യൂട്യൂബ് പോലെ അത്ര ഈസി ആക്സസബിൾ അല്ല. യൂട്യൂബിൽ ഒരു 1000 പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കിക്ക് ഒരു 10 പേരെ ഉപയോഗിക്കുന്നുള്ളൂ. അതിനകത്താണ് ഈഗിള് ആ ഒരു വ്യൂ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ ലൈവിൻ്റെ വ്യൂസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ മണവാളിൻ്റെ വ്യൂസ് 71K ഈഗിളിനെ കുറിച്ച് പറഞ്ഞത്, ബാക്കി 56K, 24K, 12K, 16K, 9.3K, 11K, 9K, ഇതൊക്കെയാണ് മണവാളൻ്റെ ലൈവ് സ്ട്രീമിൻ്റെ വ്യൂസ്. പുള്ളിയുടെ വീഡിയോസിന് വ്യൂസ് ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈഗിളിൻ്റെ വ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 163K, 218K, 178K, 196K, 206K, 125K, ഇതൊക്കെയാണ് ഈഗിളിൻ്റെ വ്യൂസ്, സ്ട്രീമിൻ്റെ വ്യൂസ്. അപ്പോൾ സ്ട്രീമിൽ പുള്ളിക്കാരനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തൊരു പ്രസ്താവന ശരിയായില്ല. ഇനി ഇതേപോലെ തന്നെ അവന് സബ്സ്ക്രൈബർ ഇല്ല, അവന് കൗണ്ട് ഇല്ല, ഗെയിം എന്തെങ്കിലും കാര്യം കാണാത്ത, ഇതിന് ഈഗിൾ പറഞ്ഞൊരു മറുപടി ഞാൻ കേൾപ്പിക്കാമേ. ഇതെനിക്ക് ചങ്കൂതി മനസ്സിലായ. ആൻഡ് ഇറ്റ്സ് നോട്ട് എ റീജിയണൽ അവാർഡ്. ഇവിടുത്തെ PR വർക്ക്സ് ചെയ്യുന്ന നോർമൽ ആൾക്കാർ ചെയ്ത ഒരു ഇവന്റ് അല്ല. ഓൾ ഇന്ത്യൻ അവാർഡാണ് എനിക്കിത് കിട്ടിയത്, മനസ്സിലായ. റൈസിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ ഓഫ് ദ ഇയർ, ഇതാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അങ്ങനെ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ ഈഗിള്. ബേസിക്കലി നമ്മളൊരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട് മറ്റുള്ള എല്ലാവരെയും അപമാനിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പോഴത്തെ കൂടുതലും ഈ പറയുന്ന സ്ട്രീമുകളിലായാലും നമ്മളെപ്പോലെ റിയാക്ഷൻ ചെയ്യുന്നവരായാലും എല്ലാം ചെയ്യുന്നത്. ഞാനൊരു സംഭവം ചോണോണ്ട വാടാ കാണിച്ചു കാടാ, നിന്നെ ഞാനങ്ങ് മൂക്കി കയറ്റി കളട ഉണ്ടാക്കട, ഈ ഒരു സാധനം, ഈ ഒരു തരത്തിലുള്ള വെല്ലുവിളികളാണ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. അത് കാണാനായിട്ട് വലിയ രീതിയിലുള്ള വ്യൂവർഷിപ്പും ഉണ്ട്. ഇനി മണവാളം പറഞ്ഞതിൻ്റെ ബാക്കി നമുക്കൊന്ന് കേട്ട് നോക്കാം. നമ്മുടെ പകുതി സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലടാ. ആൾക്കാകെ 10-700 ചില്ലറുള്ളൂ. ആകെ 700 ചില്ലറേ ഉള്ളൂ. മറ്റവൻ അവിടെ നിന്ന് വീണ്ടും അവനെ പറഞ്ഞ് പഠിപ്പിച്ച് ടേപ്പർ കാർഡ് റെക്കോർഡ് ചെയ്ത് തിരിച്ചു വെച്ചേക്കുക. നല്ല വിഷമമുണ്ട് എടാ, നല്ല വിഷമമുണ്ട് എടാ, മറ്റേ നല്ല വിഷമമുണ്ട്. എന്ത് ചോദിച്ചാല് അവന് നല്ല വിഷമമുണ്ട്. ഇത് മാത്രമേ നമ്മുടെ ഗോപിയണ്ണന് പറയാനുള്ളൂ. ഗോപിയണ്ണനെ ഈഗിൾ എടുത്തിട്ട് പഞ്ഞി കിട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. പറഞ്ഞാള് വലിയ യൂട്യൂബറാന്ന് വിചാരിച്ചു. നമ്മുടെ പകുതി സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. ഇതിനകത്ത് ഈഗിളിനെ മണവാളൻ അറിയത്തില്ല, അതൊരു വലിയ തെറ്റല്ല. ഈഗിളിനെ ഇപ്പൊ ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ മണവാളൻ സിമിലർ ഫീൽഡിൽ ഈ യൂട്യൂബ് എന്ന് പറയുന്ന അതേ പ്ലാറ്റ്ഫോമിൽ 7 വർഷം കൊണ്ട് നിലനിൽക്കുന്ന ഒരാൾ, ഇതേപോലെ സ്ട്രീമിംഗ് കയറി ഡിസ്കോട്ടിൽ കയറി പല ആൾക്കാരെ റിയാക്ട് ചെയ്യുന്ന ഒരാൾ ഈഗിളിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താങ്കളുടെ കഴിവുകളാണെന്ന് പറയേണ്ടി വരും. താങ്കൾ ഈ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ റിയാക്ഷൻ ചെയ്യാനിരിക്കുന്നത്, അപ്പോൾ ഇതിനകത്ത് ടോപ്പിലുള്ള ആളുകളെല്ലാം ഞാൻ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അതെൻ്റെ പോരായ്മയാണ്, എൻ്റെ പരാജയമാണ്. സോ അത് മണവാളുടെ പരാജയമാണെന്ന് ഞാൻ പറയത്തുള്ളൂ, മണവാളൻ ടീം. പക്ഷേ ഇവർക്ക് അറിയായിയൊന്നുമല്ല. ഇവരുടെ ഫോട്ടോ മേളി വന്നിട്ട് ഇവരെ ട്രോൾ ചെയ്യുന്നുള്ള രീതിയിൽ ഇവർ വെച്ച് ആക്കിയതാണ്. പക്ഷേ ഈ ഒരു ട്രോള് ക്രിയേറ്റ് ചെയ്തത് ഈഗിളല്ല. ഈഗിൾ അവിടെ പറഞ്ഞത് ആരോ എടുത്തിട്ട് ഇവന്മാരിങ്ങനെ തൊപ്പിക്കൊപ്പി അടിക്കുന്നത്, ഇവന്മാരെടുത്തൊരു ഫോട്ടോ ട്രോളന്മാർ റിലീസ് ചെയ്തു. ആ ട്രോളാണ് ഇങ്ങനെയൊക്കെയായി അങ്ങനെയൊക്കെയായി ഇങ്ങനെയൊക്കെ ആയത്. ഓക്കെ, നമുക്ക് ബാക്കിയാക്കാം.
അത് കമന്റ് ബോക്സിൽ RIP എന്ന് വന്നു. എൻ്റെ പൊന്നളിയ, അത് ഇയാൾ മരിച്ചു എന്നല്ല, അയാൾ ഇത് കണ്ടാൽ നിങ്ങൾ മരിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അല്ലാതെ അയാൾ മരിച്ചു എന്നല്ല ഉദ്ദേശിച്ചത്, അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഉടനെ RIP, ഇയാൾ മരിച്ചോ, യൂട്യൂബിൽ ഇവൻ സ്ട്രീം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ തലത്തിൽ പോയി. ഇനി ഈഗിളിന് പലതരത്തിലുള്ള മറുപടികൾ കൊടുത്തു. ഒരു മറുപടി നമ്മൾ കണ്ടല്ലോ, നമുക്ക് ബാക്കി മറുപടികൾ കൂടെ കാണാം. ഇതാണ്. അപ്പൊ ഇനി ബ്രോ എന്റെ വ്യൂസിന്റെ കൗണ്ടും എന്റെ വീട്ടിലെ ദാരിദ്ര്യം, എനിക്ക് വ്യൂസ് കൂട്ടി തന്നു എന്റെ വീട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ നിൽക്കരുത്, അത് എനിക്ക് പറയാനുള്ളൂ, മനസ്സിലായോ? പിന്നെ ഇതിന്റെ വേറൊരു കേസും കൂടെ പറഞ്ഞുതരാം കേസ്. ഇന്ന് ഉച്ചയ്ക്ക് എന്നെ മണവാളൻ എന്ന് പറയുന്ന ഈ പുള്ളി എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പുള്ളി എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിതിനെ റിയാക്ട് ചെയ്തത് എന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് വിവമാരെ പോലെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ വിളിച്ച് ബോക്സിംഗ് റിംഗിൽ അടി ഉണ്ടാക്കാൻ പോകല, എൻ്റെ പ്രൊഫഷൻ അതല്ല. മണവാളനെ ട്രോളി കൊല്ലുക, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിങ് മേടിച്ചു തീർക്കാം. മണവാളൻ മറ്റേ ബോക്സറാണ്, എന്തൊക്കെയോ അപ്രൂവൽ എന്തൊക്കെയോ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള ബോക്സറാണ്. എന്ത് പറഞ്ഞാലും മണവാളൻ ബോക്സ് ഇടിച്ചു തീർക്കടാന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ പറയുന്നവരായതുകൊണ്ട് നമ്മൾ പറയേണ്ട അതല്ല, ഞാൻ മറുപടി പറഞ്ഞതിനെ തോപ്പിക്കോടാന്നാണ് പറയേണ്ടത്, അല്ലാതെ റിങ്ങി വന്ന് ഇടിച്ച് തോപ്പിക്കാന്നല്ല പറഞ്ഞത്. പക്ഷെ മണവാളൻ പലയിടത്തായിട്ട് പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ പ്രൊഫഷൻ അതല്ല, പുള്ളി ചിലപ്പോൾ MMA ഫൈറ്ററൊക്കെ ആയിരിക്കും. എനിക്ക് എൻ്റെ പ്രൊഫഷനും എൻ്റെ മറ്റേ അതൊന്നും അല്ല, എനിക്ക് അതിന് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നത്തെ ഉണ്ടാക്കി എൻ്റെ ആവശ്യം എനിക്കില്ല, മനസ്സിലായോ? എന്ന് കരുതി ബോക്സിംഗ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ വാടച്ചിരിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല, മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് പുള്ളി തന്നെ എന്നോട് ഫോണിൽ പറഞ്ഞായിരുന്നു, അത് നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന ഒരുത്തൻ്റെ തെറ്റാണ്, അവനാണ് വാണം എന്നൊക്കെ വിളിച്ചത്, അത് നമ്മുടെ കൂട്ടത്തിലുള്ള അവൻ്റെ തെറ്റാണ്, ഞാൻ അവനോട് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങനൊരു സംഭവം സംഭവിച്ചു. മണവാളൻ ഈ പുള്ളിക്കാരനെ വിളിച്ചിട്ട്, ബ്രോ അതങ്ങനെയല്ല ബ്രോ, ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചാണ് ബ്രോ, നിങ്ങൾ ഉണ്ടാക്കിയ റീലാന്ന് വിചാരിച്ചിട്ടാണ് ബ്രോ എന്ന് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്, അങ്ങനെയല്ല ബ്രോ, ഇങ്ങനെയല്ല ബ്രോ എന്നൊക്കെ മണവാളം വിളിച്ച് പറഞ്ഞു. മണവാളം വിളിച്ച് പറഞ്ഞതിലെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. സംഭവം നമ്മൾ ഇന്നലെ നമ്മുടെ ഡിസ്കോഡിൽ ഒരു സംഭവം കിട്ടിയിരുന്നു, ഷെയർ ആയി വന്നതാ നമുക്ക്. ബ്രോ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് റിയാക്ട് ചെയ്യണ ഒരു സംഭവം. നിങ്ങളുടെ ഫോട്ടോ ഒന്നും ഇല്ല, ഇതൊക്കെ അറിയാതെ ചുമ്മാ ചാടി നിങ്ങളുടെ ഫോട്ടോ ഒന്നും ആ വീഡിയോയിൽ ഇല്ല. കാള പെറ്റൂന്ന് കേട്ടോണ്ടേ, കാള പറ്റോ, എവിടെ കയറിട് പോയി കെട്ടിയേക്കാം എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചാണിത്. ഇത് ഈഗിൾ ഡിസ്കോട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇത് വന്നപ്പോഴത്തേനും ഇത് ലാവാൻ ക്രിയേറ്റ് ചെയ്തിട്ട സാധനം, അവനിട്ട് കൊട്ടിയേക്കാന്ന് പറഞ്ഞ് കൊട്ടിയതാണ്. പക്ഷെ ആ കൊട്ട് കറങ്ങി തിരിഞ്ഞ് വന്ന് ഇവരുടെ തലക്കിട്ട് തന്നെ കൊട്ടി ഇവര് ബഹിരാകാശത്ത് പോകേണ്ടി വന്നു. അതാണ് സംഭവം. നമുക്ക് ഈ ഒരു കട്ട് മാത്രമാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾ സംഭവം കണ്ട, ഈഗിൾ എന്നെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഞാൻ വിളിച്ചതാ, ഞാൻ നേരിട്ടിട്ട് വെറുതെ ഇവരും കൊണയടി കേട്ടിട്ട് എന്ത് ചെയ്ത്, ഞാൻ ഒരാളിന്റെ പേഴ്സണലായിട്ട് ഒരാളെ എന്ത് ചെയ്ത് ഞാൻ ട്രിഗർ ചെയ്യാറോ ടാർഗറ്റ് ചെയ്യാറോ ഇല്ല. അതായത് ഞാൻ നേരിട്ടിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ഈഗിൾ തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളെന്നെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല, നിങ്ങളുടെ ഫോട്ടോ ഒന്നും ഇല്ല, നിങ്ങളെ ഉദ്ദേശിച്ച സംഭവം ചെയ്തതല്ല. ഇതാ ബാക്കി ഞാൻ കേൾപ്പിച്ചു ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയാം ബ്രോ, ഞാൻ ലിറ്ററലി ഞാൻ മറ്റേ പോത്ത് അവരെയാണ് കണ്ടത്. ഓക്കെ, ആള് പറഞ്ഞത് പോത്താരാന്ന് മനസ്സിലായല്ലോ, നമ്മുടെ ഷാജഹാൻ, തൊപ്പിയായിട്ട് വള്ളി പിടിച്ച ഷാജഹാനാണ് ഈ പോത്ത്. ഇവരുടെ എല്ലാം മെയിൻ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഞാൻ നിന്നെ അങ്ങ് ഉണ്ടാക്കടാ, നീ എന്നെ അങ്ങ് ഉണ്ടാക്കടാ, നമുക്ക് വലിയ കാണാടാ, നമുക്ക് തല്ലിത്തീർക്കടാ, ആ സെറ്റപ്പാണ് ഇതുങ്ങളെല്ലാം. എനിക്ക് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൂടെ നിന്നെ ഞാൻ തല്ലുകൂടാ, പിടിക്കൂടാ, മറിക്കൂടാ, മറിച്ചവനെ ആ ക്ലാപ്പിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇതുങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പോത്തിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ പോത്തിനെയും കാളയും പശുവിനെയൊക്കെ ഉദ്ദേശിക്കുക. നമുക്ക് ഈഗിൾ പറയുന്നതിന്റെ ബാക്കിയും കൂടെ കേട്ടാ. ഇതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള അവൻ്റെ തെറ്റാണ്, ഞാൻ അവനോട് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് മുമ്പ് നിക്കോൺ അതെവിടെ കുറച്ച് നേരം മുമ്പ് ഞാൻ ഈ മാറ്റർ പെട്ടെന്ന് ഈഗിളിന് ചുട്ട മറുപടി കൊടുത്ത് അവന്റെ തന്തയോട് മൂഞ്ചാൻ പറ. മണവാളം വിളിച്ച് പ്രശ്നം എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയതാണ്. അപ്പൊ ഇവന്മാർ രണ്ടും കൂടെ നമ്മുടെ ചാനൽ റീച്ച് ആക്കാൻ പറ്റിയ സാഹചര്യം വന്നിരിക്കുന്നു, നമ്മൾ എടുക്കുന്നു, റിയാക്ട് ചെയ്യുന്നു, ഇതാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈഗിളിനെ പറഞ്ഞും തെറി ഈഗിളിന്റെ അച്ഛനും കൊച്ചച്ഛനും ഇളയച്ഛനും വലിയച്ഛനും എല്ലാം വിളിക്കുന്നുണ്ട്. ഭയങ്കര ഒരു സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്തൊക്കെ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പാടില്ലയോ അതേപോലെ ഒരു വീഡിയോ ഇവന്മാർ ക്രിയേറ്റ് ചെയ്തിട്ടു. മണവാളൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു അബദ്ധം പറ്റി, പ്രശ്നം എല്ലാം പറഞ്ഞ് തീർത്തു, സോൾവ് ചെയ്തു. ഞാൻ വേണം അവരോട് സംസാരിക്കാൻ ബ്രോ എന്നൊക്കെ പറഞ്ഞ് തീർത്തിട്ട് മണവാളൻ ആ പ്രശ്നം വളരെ നന്നായിട്ട് സോൾവ് ചെയ്തു. ഇവന്മാരന്നേരം സൈഡിൽ കൂടെ തുടങ്ങി. എന്ത് മണവാളനാരാ? ഞാൻ പറയും, എനിക്ക് കിട്ടിയ അവസരമാണ്, പിട്ടിവള്ളിയാണ് ഹിറ്റ് ആവാനുള്ള.
ഇവന്മാര് കയറി പിടിച്ചു. നാളെ എന്റെ പൊന്നു ബ്രോ സബ്സ്ക്രൈബർ കൗണ്ട് നോക്കിക്കൊണ്ട് വരില്ലേ, എനിക്ക് 21K ഉള്ളൂ, നിങ്ങളൊക്കെ മില്യൻസ് അടിച്ച ആളുകൾ. അതുകൊണ്ട് നമ്മളെ പാവങ്ങൾ നമ്മളെ റിയാക്ട് ചെയ്ത് നമ്മൾ ഈ സൈഡിൽ കൂടെ പൊക്കോളാമേ. നമ്മൾ ഈ അണ്ണനെ ഒന്ന് റിയാക്ട് ചെയ്യണേ, ഒന്നും തോന്നല്ലേ. ഇതാര് ഇതാ കൂടിരുന്നവൻ, ഇതാ അവന്മാർ രണ്ടുപേരും. ഓ മറ്റവൻ പൊട്ടൊക്കെ വെച്ചിരുന്നവൻ ബാക്കപ്പൊക്കെ മാറ്റി. ഇവന്മാര് ആരാ ഇതാക്കിയെന്നൊക്കെ കാണണ്ടേ, മനസ്സിലായ? എനിക്കൊരു മരുമില്ല, നീ എന്ത് കൊണ്ടേനും എനിക്കൊരു മരുമില്ല. ഞാൻ നിന്റെ അടുത്ത് വല്ല അറിയാം അതിൽ വേണമെന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞ സോറി ക്ഷമയൊക്കെ എനിക്ക് ഈ മരി ഇതിന്റെ കാര്യം എനിക്കറിയില്ല. അപ്പൊ ഈടാ ഒരു 5 സെക്കൻഡിനകത്ത് നീ എത്ര തവണ ചീത്ത വിളിച്ചടാ. നിന്നെ അല്ല ശരിക്കും പറയേണ്ടത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈഗിള് താങ്കളുടെ വീട്ടിലുള്ളവരെ സ്മരിച്ചതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു 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 ഫ്രേസ്, ഒരു സെന്റൻസ് പറഞ്ഞതിനകത്ത് എത്ര ചീത്ത വാക്കുകൾ പിന്നെ ഉപയോഗിച്ചെന്നറിയുമോ? നല്ലതാ മോനെ, നല്ലതാ. നിന്നെയൊക്കെ സമൂഹത്തിലോട്ട് ഇറക്കി വിടണം. അറിയാതെ നിന്റെ തന്ത എന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നതാ. സോറി റെഡിയായിരുന്നു. അറിയാതെ എന്റെ വായിൽ നിന്ന് വന്നു പോയതാണ് നിന്റെ തന്ത എന്നുള്ള വാക്ക്. നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞത് അറിയാതെ വന്നു പോയതാ. അപ്പൊ ഞാൻ ബ്രോ എന്റെ അറിയാതെ വേണമെന്ന് മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാനും അറിയാതെ തന്തയ്ക്ക് പറഞ്ഞു പോയി. തിരിച്ച് നല്ല ചുട്ട മറുപടി കൊടുത്തു. ഇനി ഇതൊന്നുമല്ല ഇതിനകത്തെ മെയിൻ സീൻ. മണവാൾ ഇതിനകത്തൊരു മറുകളി കളിച്ചു എന്ന് പറഞ്ഞാൽ പോത്തിനെയാണല്ലോ വിളിച്ചത്. ഇല്ല, അങ്ങേരെ കോള് മറ്റേ ലൈവ് ചാറ്റിനകത്ത് ചെന്നിട്ട് ഈ സാധനം എന്നെയല്ല നിന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ അവൻ അണ്ണാക്കിലോട്ട് തിരികെ വെച്ച് കൊടുത്തു. കാരണം ഈഗിൾ ഇവരെ ഏറെ കയറ്റി തിരിച്ച് കയറ്റണമല്ലോ. ഇനി ഞാൻ പോയി ഈഗിളിൻ്റെ അണ്ണാക്കി കയറി കൊടുത്തു കഴിഞ്ഞാൽ ഈഗിൾ വീണ്ടും പിടിച്ച് പറപ്പിച്ച് കളയും. ഹീലി അടിച്ച ബലൂൺ പോലെ പറപ്പിച്ച് വിട്ടളെ. അങ്ങനെ പറക്കാതിരിക്കാൻ വേണ്ടി ഇത് പോത്ത് ഷാജാന്റെ കയ്യിലോട്ട് വെച്ച് കൊടുത്തു. ഈ പോത്തണ്ണനാണെങ്കിൽ ശരിക്കും പോത്താണ്, ചെവിയിൽ ഭേദം ഓതിയിട്ട് ഒരു കാര്യമില്ല. ആരെ കിട്ടിയാലും വെല്ലുവിളിയാ. എന്നാൽ ഈ വെല്ലുവിളിയിൽ എന്തെങ്കിലും പുള്ളി ജയിക്കുമോ, എന്തെങ്കിലും പുള്ളിക്ക് അതിനുള്ള ഉണ്ടെങ്കിലും വേണ്ടില്ല ഈഗിളിനെയും കയറി ചീത്ത വിളിച്ചു. ഈഗിൾ ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഏതെങ്കിലും പോത്തണ്ണന്റെ പോത്ത് വ്യാപാരം ഒന്ന് കണ്ടുനോക്കാം. പക്ഷേ എല്ലാ ആളും ഉദ്ദേശിച്ച് പറഞ്ഞ ഇങ്ങളെയാണ്. ഇങ്ങളെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. എടാ ഇത് നമ്മുടെ മോട്ടിവേഷൻ മൂക്കുത്തില്ലേ നിൽക്കുന്നേ. എന്റെ പൊന്നളിയ, നീ ഇത്രയും ശോചനീയ അവസ്ഥയിലെത്തി. ഒരുത്തന്നെ പുറകെ പോയി നിന്ന് ചിരിച്ചോട് ആ അവസ്ഥയിലേക്ക് എത്തിയില്ല നീ. ഞാൻ എവിടെയോ പോകുന്ന ഞാൻ വിചാരിച്ചേ മറ്റേ കേസ് വെച്ചിട്ട്. പക്ഷെ നല്ല ഇവ മണവാളം ഞെട്ടി. ഇപ്പൊ സംസാരിക്കണ്ട. കഴിഞ്ഞ തിങ്കൾ ചായ വെക്ക ആരില്ല. ഇപ്പൊ സംസാരിക്കണ്ട. ചങ്ങായ ഇനി ഈകളല്ല അന്റെ മറ്റേ കൂകള് വന്നാലും ഇവിടെ കളിക്കില്ല. ഓരോ അപരാധം പറയാനൊരുത്തനും അതിനെ കണ്ട് ഹേ ഹൂ ഹേ എന്ന് പറഞ്ഞ് കൈയടിക്കാൻ കുറയണോ? ഇതിങ്ങനെ തന്നെ. പക്ഷെ മണവാളൻ ലാസ്റ്റ് ആകുമ്പോഴത്തേനും എന്നെ ഈ കേസിൽ നിന്ന് വെറുതെ വിട്ടേരെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഈ സാധനത്തിൽ നൂരാനും ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന സാധനം. ഇങ്ങനെ കുറേ അപരാധം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇമാതിരി അവരെ 4-5 അമ്മനെ കൂടെ നിർത്തിയിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാ കൈയടിക്കടാ അവിടെ പൊക്കിപ്പെടാം, എന്നെ പൊക്കിപ്പെടാം, ലവനെ ഞാൻ ഇടിക്കൂടാ, മലത്തോടെ തൊലിക്കൂടാ. ആ സാധനം ഇഷ്ടമാണോ എന്ന് കമന്റ് ചെയ്യട്ടോ. എനിക്കൊന്നും പറയാനില്ല. കൂടുതൽ ലൈവ് എടുപ്പിക്കുന്നില്ല. ഈഗിളിനൊപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേരെ. ബൈ.